ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോ ഇമ്മ്യൂൺ സിൻഡ്രോമിനെ പറ്റിയാണ്. ഇതിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മളിലുണ്ടോ, അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സംശയമുണ്ടെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് അതിനു വേണ്ടി ചെയ്തു നോക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ സിൻഡ്രോം അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി എന്തിനു വേണ്ടിയിട്ടാണ്? പ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ടാണ് ബാക്ടീരിയ, വൈറസ് ഇങ്ങനെയൊക്കെയുള്ള പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളെ തടയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ തടുത്ത് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ് പ്രതിരോധ ശക്തി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. എന്നാൽ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പ്രതിരോധ ശേഷി നമ്മളോട് തന്നെ എതിർക്കുന്ന ഒരവസ്ഥ. അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളോട് എതിർത്ത് പലതരത്തിലുള്ള, അത് ഏത് ഭാഗത്ത് വേണമെങ്കിലും ആകാം, സ്കിന്നിലാകാം, ഗ്ലാൻസിലാകാം, ഓർഗൻസിലാകാം, എങ്ങനെ വേണമെങ്കിലും ഇതിന് എഫക്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ അതേ കോശങ്ങളോട് തന്നെ എന്താ പറയുക, എതിർക്കുന്ന ഒരവസ്ഥ, അതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന കണ്ടീഷൻസ് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഓട്ടോ ഇമ്മ്യൂൺ സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത്. ഒരുപാട് അസുഖങ്ങൾ ഇതിൽ പെട്ടുകിടക്കുന്നു. അപ്പൊ നമുക്കറിയേണ്ടത്, നമുക്ക് മാറാത്ത, ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് പറയുന്നതാണ് എന്താണെന്ന് അറിയില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്നും എനിക്ക് വയ്യായെയാണ് എന്ന് പറയുന്ന പേഷ്യൻസ് ഒരുപാടുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ കാണുന്ന ആളുകള് പലരും ഉണ്ടാവും. അതായത് ഇപ്പോ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ് കാണുന്ന ആളുകൾ ഉണ്ടാവാം. എനിക്കറിയാം എനിക്കുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ഞാൻ ഡയഗ്നോസ് ചെയ്ത ആളാണ് എന്ന് പറയുന്നവരും ഉണ്ടാവും. അതേപോലെ തന്നെ സംശയമുള്ളവരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതില് ഈ സംശയമുള്ളവർക്ക് ഈ ഒരു ലക്ഷണങ്ങൾ എല്ലാം, ഞാൻ പറയുന്ന ഈ 6 ലക്ഷണങ്ങൾ, പ്രധാനമായിട്ടുള്ള 6 ലക്ഷണങ്ങളും നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒക്കെ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉള്ള ആളുകളിൽ ഒരുവിധപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ കേസസും ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോമിയോപ്പതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ്, അല്ലെങ്കിൽ മെന്റലി അവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരോട് തന്നെ എതിർപ്പുണ്ടാകുന്ന ഒരവസ്ഥയിലൂടെ ആ പേഷ്യന്റ് കടന്നു പോയിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ ഓരോ പേഷ്യന്റും കണ്ടുവരുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ തീർത്തും അങ്ങനെ ഉണ്ടാകണം എന്നില്ല. പക്ഷെ ഒരുപാട് പേർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതാണ്, ഉള്ളവർക്ക് ഈ ലക്ഷണങ്ങളും നമ്മുടെ മെന്റൽ അവസ്ഥകളും കൂടി വെച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കി തരാനാണ് അങ്ങനെ ഈ ഒരു കാര്യം കൂടി ഇതിൽ ചേർക്കുന്നത്. ഇനി എന്താണ്, നമുക്ക് ലക്ഷണങ്ങളൊന്ന് നോക്കാം. എന്തൊക്കെയാണ്, ഇത് നമുക്കുണ്ടോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്ത് ഇത് മനസ്സിലാക്കണം എന്നൊക്കെ നോക്കാം. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ക്ഷീണം. നമ്മൾ വൈറ്റമിൻസിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്, omega-3 ഫാറ്റി ആസിഡ് കഴിക്കുന്നുണ്ട്, പിന്നെ അയൺ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ ക്ഷീണത്തിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കഴിച്ചിട്ടും നമ്മുടെ ക്ഷീണം കുറയുന്നില്ല. എപ്പോഴും കിടക്കണം എന്ന് തോന്നുന്നു, എപ്പോഴും ക്ഷീണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും മാറുന്നില്ല. ഇതൊരു ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന്റെ കൂടെ വരുന്ന ഒരവസ്ഥയാണ്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ പേശിവേദന അല്ലെങ്കിൽ സന്ധിവേദന. പല കാരണങ്ങൾ കൊണ്ടും പേശിവേദനയും സന്ധിവേദനയും ഒക്കെ വരാം. പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു ട്രീറ്റ്മെന്റുകളെല്ലാം പോയിട്ടും നമുക്ക് ഇത് ശരിയാകുന്നില്ല എങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. സന്ധിവേദന, പേശിവേദന, തുടർന്ന് നമുക്ക് പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ വേദന കുറയുന്നുണ്ട്, പക്ഷെ അതിന്റെ ആക്ഷൻ ഒരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ വേദന ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തേത്, നമ്മുടെ വയറിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആണെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ പോലെയുള്ള, ഇറിറ്റബിൾ IBS അല്ല, നമുക്ക് അതുപോലെയുള്ള ലക്ഷണങ്ങൾ, അതായത് ഇടയ്ക്ക് വയറിളക്കം വരാം, ഇടയ്ക്ക് വയറിൽ ഉറച്ച് പോകുന്നത് കാണാം, ചില സമയങ്ങളിൽ പോയിട്ടും മതിയാകാത്ത പോലെ തോന്നും, ചില സമയത്ത് ഭക്ഷണം കഴിഞ്ഞ ഉടനെ വയറ്റിന്ന് പോകണമെന്ന് തോന്നും. ഇങ്ങനെയൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള വയറിന്റെ പ്രശ്നങ്ങൾ തുടർന്ന് കാണിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം, പക്ഷെ തുടർന്ന് നമുക്ക് ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം.
പിന്നെ ഉള്ളത് നമ്മുടെ മുടി തിന്നായിട്ട് വളരെ തിക്നെസ് ഒക്കെ കുറഞ്ഞ് മുടി കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മുടി വളരെയധികം തിന്നാകുന്നു. അതിന്റെ കൂടെ തന്നെ ഹോർമോണൽ ഇഷ്യൂസ്, ഹോർമോണൽ പ്രോബ്ലംസ് പോലെ കാണിക്കാം. ചിലവർക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്നു, ചിലവർക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയുന്നു. അതുപോലെ തന്നെ മൂഡ് ഫ്ലക്ച്വേഷൻസ്, ഭയങ്കര ദേഷ്യം വരുന്നു, വിഷമം വരുന്നു, അങ്ങനെ തുടർന്ന് അതിനോട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങൾ. അടുത്ത പ്രശ്നം നമ്മുടെ മെമ്മറി വീക്ക്നെസ് ആണ്. നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, അതേപോലെ തന്നെ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ, തീരുമാനമെടുക്കാൻ പറ്റായ്ക തുടങ്ങിയ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ബ്രെയിൻ ഫോഗ് എന്ന അവസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഈ ഹോർമോണൽ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മെമ്മറി റിലേറ്റഡ് പ്രശ്നങ്ങൾ, പേശിവേദന, സന്ധിവേദന, വയറിനോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഇതിനോട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഭാഗമായിട്ടും, അതായത് ഹോർമോണൽ റിലേറ്റഡ് എന്ന് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ തൈറോയിഡിനെ എഫക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഇത് കോമൺ ആയിട്ട് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ പെട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്താണെങ്കിൽ അത് ഏറ്റവും കോമൺ ആയിട്ട് ആന്റി-TPO അല്ലെങ്കിൽ ആന്റി മൈക്രോസോമൽ ആന്റിബോഡി ആയിരിക്കാം, അല്ലെങ്കിൽ ആന്റി-TPO എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, സാധാരണ നമ്മുടെ തൈറോയിഡ് പ്രശ്നങ്ങളല്ലാതെ തന്നെ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിൽ പെടുന്നതാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് പറയുന്ന ഒരു കണ്ടീഷനാണ്. അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു AMA അല്ലെങ്കിൽ ആന്റി-TPO ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് രണ്ടാമത് വളരെ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് വയറിനോട് ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറിനോട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് മാറി മാറി വരാം, ചിലപ്പോൾ വളരെ വിചിത്രമായി തോന്നാം. അങ്ങനത്തെ സിംറ്റംസ് ഉള്ളവർക്ക് അൾസറേറ്റീവ് കോളൈറ്റീസും അതേപോലെ തന്നെ ക്രോൺസ് ഡിസീസും വയറിൻ്റെതായിട്ടുള്ള ഈ അതേപോലെ തന്നെ ആന്റി ന്യൂക്ലിയർ ആന്റിബോഡിയാണ് അവരിലും ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. പിന്നെയുള്ളത് നമുക്ക് വയറിനെ ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ള പേശിവേദന, സന്ധിവേദന, ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണ്. ഇതിന് നമുക്ക് RA ഫാക്ടർ ചെക്ക് ചെയ്താൽ മനസ്സിലാകുന്നതാണ്. RA ഫാക്ടർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ RA ഫാക്ടർ ഉണ്ട്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ ഉള്ളത് നമുക്ക് ചെയ്യാവുന്നത് ജനറൽ ആയിട്ട് ഈ ഒരു കോമൺ സിംറ്റത്തിൽ പെടുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ വിട്ടുകിടക്കുന്ന പലതരം ടെസ്റ്റുകളും ഉണ്ട്. അപ്പൊ നമുക്ക് വളരെയധികം സംശയം തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത്, ജനറൽ ആയിട്ട് ചെയ്യേണ്ടത് C റിയാക്റ്റീവ് പ്രോട്ടീൻ, CRP. പലതരത്തിലുള്ള ഇൻഫ്ലമേഷനിലും CRP കൂടിയിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു കാര്യത്തിൽ CRP എപ്പോഴും വളരെയധികം കൂടുതലായിരിക്കും. കൊല്ലങ്ങളോളം, അതായത് വർഷങ്ങളോളം തന്നെ CRP കൂടുതൽ നിൽക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്തായാലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നങ്ങളാണ്. സ്കിന്നിന്റെ നമുക്ക് എപ്പോഴും പാട് വരുന്നു, വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്, അല്ലെങ്കിൽ സൂര്യന്റെ ചൂട് ഏൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. ഇങ്ങനെയുള്ള സ്കിന്നിന്റെ പ്രോബ്ലംസും ചില സമയങ്ങളിൽ നമുക്ക് SLE, ലൂപ്പസ് എറിത്തമാറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് നോക്കുക. പിന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അങ്ങനെ പലതരത്തിലുള്ള ഓട്ടോമ്യൂൺ കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ ഇതിൽ വളരെ കോമൺ ആയിട്ടുള്ള 80ഓളം ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതിൽ വളരെ കോമൺ ആയിട്ടും പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ടും കേസസ് വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള റുമാറ്റോയിഡ് ആർത്രൈറ്റിസും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസും ഒക്കെയാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്ഷീണവും ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡീസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡർ നമുക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്